മധുര പലഹാരങ്ങൾ കഴിക്കാൻ താല്പര്യമില്ലാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എന്നാൽ ഇന്ന് അനൂസ് കിച്ചണിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മധുരമേറിയ ഗുലാബ് ജാം റെസിപ്പിയാണ്. ബ്രെഡ് ഉപയോഗിച്ചുള്ള ഒരു ഈസി ഗുലാബ് ജാം റെസിപ്പി. ഇതിലേക്കായി ആവശ്യത്തിന് ബ്രെഡ് എടുത്ത് അരികുകൾ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ടോ കൈകൊണ്ടോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെയാണ് എടുക്കേണ്ടത്. ഇതിനെ ഇഷ്ടമുള്ള സൈസിലുള്ള കുഞ്ഞു ബോളുകളാക്കി ഉരുട്ടിയെടുക്കണം. പാനിൽ എണ്ണയൊഴിച്ച് തിളച്ചു വരുമ്പോൾ ഈ ബോളുകൾ ഓരോന്നായി ഇട്ട് ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ വേവിച്ച് കോരിയെടുക്കുക. ഈ സമയം മറ്റൊരു പാനിൽ 1/4 കപ്പോളം വരുന്ന പഞ്ചസാര എടുത്ത് 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഏലക്കായും കുങ്കുമപ്പൂവും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുങ്കുമപ്പൂ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പഞ്ചസാര പാനി കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ബോൾസ് ഇട്ട് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് കീപ്പ് ചെയ്യുക. തുടർന്നൊന്ന് രുചിച്ചു നോക്കിയാൽ അറിയാം ഒറിജിനലിനെ വെല്ലുന്ന നമ്മുടെ ഗുലാബ് ജാം എത്ര ടേസ്റ്റിയാണെന്ന്. മസ്റ്റ് ട്രൈ.